തുടരും. മണി 7 മണി, റീഗൽ സിനിമാസ്. കണ്ടു, വീട്ടിലെത്തി. ഇന്നേ വരെ മലയാള സിനിമയിൽ ഒരു നെഗറ്റീവ് റിവ്യൂ പോലും കേൾക്കാതെ അല്ലെങ്കിൽ കാണാത്ത ഒരു സിനിമയാണ് തുടരും. ഞാൻ എൻ്റെ ഒപ്പീനിയൻ, ആ സിനിമയെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേട്ട് ആരും പൊങ്കാലിടാൻ വരണ്ട. സിനിമയെ കുറിച്ച് പറയുന്ന മുന്നേ തരുൺ മൂർത്തിനെ കുറിച്ച് 2 വാക്ക്. തരുൺ മൂർത്തി എന്ന ഡയറക്ടർ ലാലേട്ടനെ എത്രത്തോളം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന് കൊടുക്കേണ്ട ഫ്രീ സ്പേസ് കൊടുത്ത് കക്ഷിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത ഒരു സിനിമ. പണി അറിയുന്ന ആളെ കയ്യിൽ ലാലേട്ടനെ കിട്ടിയാൽ ലാലേട്ടൻ മാജിക് കാണിക്കും. ഒരു രക്ഷയുമില്ല. അൾട്ടിമേറ്റ്. ലാലേട്ടൻ എന്ന നടനെ നമ്മൾ ഇങ്ങനത്തെ ഒരു റോളിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ്. സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ലോ പേസിൽ കൊണ്ടുപോയി സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 20-25 മിനിറ്റ് മുന്നേ നമ്മൾ പിടിച്ചിരുത്തും. ആ സ്ലോ പേസിൽ കൊണ്ടുപോയ മൂവി അവരുടെ ഫാമിലി, അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, ലാലേട്ടൻ, ശോഭന, തോമസ് മാത്യു, പിന്നെ ആ മോള് പേരെനിക്ക് വിട്ടുപോയി. നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡായി ഫിലിം സ്ലോ സ്പേസിൽ മൂവി മുന്നോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് നല്ല കോംബോ ആയിട്ട് ശോഭന, മോഹൻലാൽ സീൻസ് ഉണ്ട്. പിന്നെ 1-2 ജോക്സ് ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ജോക്സ് ഉണ്ട്. അതൊക്കെ പ്രഡിക്റ്റബിളാണ് ബേസിക്കലി. ലാലേട്ടൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ പേര് ഷൺമുഖം. അങ്ങനെ ലാലേട്ടൻ്റെ ചെന്നൈ കണക്ഷൻസ്, അതിലൊക്കെ നല്ല നല്ല സീൻസ് ഉണ്ട്. നല്ലോണം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അത് സിനിമയിൽ അതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉൾക്കൊണ്ട് പോകും. കാരണം ആ ലാലേട്ടൻ്റെ അഭിനയ മികവ് നമുക്ക് ആ സീൻസിലൊക്കെ ശരിക്കും കാണാം. പിന്നെ ലേശം പാസ്റ്റ്, ഞാൻ സ്പോയിലർ ആവാൻ ഒന്നും പറയുന്നൊന്നുമില്ല, കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞുകൂടാ. അങ്ങനെ ആ സിനിമ ഒരു സ്ലോ പേസിൽ പോകുമ്പോൾ ഏകദേശം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൻ്റെ ഏകദേശം ഒരു 20-25 മിനിറ്റ് മുന്നേ നമ്മൾ ആ സിനിമ ശരിക്കും പിടിച്ചിരുത്തും. ഇതാണ് ആ സിനിമയുടെ ബ്യൂട്ടിഫുള്ളായിട്ട് അതെടുത്തുണ്ട്. പിന്നെ ഇതിലെ വില്ലൻ പ്രകാശ് വർമ്മ, നമ്മുടെ ജഗന്നാഥ വർമ്മേൻ്റെ അനന്തരവന. കക്ഷി ഒരു രക്ഷയുമില്ല. കക്ഷി മാസം. കക്ഷി ലാലേട്ടൻ്റെ ഒപ്പം കട്ടയ്ക്ക് കട്ടയിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് വില്ലൻ. അല്ലാതെ ചൈനക്കാരെ കൊണ്ടുവന്നിട്ട് ഫേസ് കാണിക്കാതെ നമ്മൾ അതിലേക്ക് കൂടുതലായി പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബിനു പപ്പു അടിപൊളി. കക്ഷീൻ്റെ പെർഫോമൻസും പറയാതെക്കാൻ പറ്റില്ല. കക്ഷി സൂപ്പർ. അതുപോലെ തന്നെ ഫർഹാൻ ഫാസിൽ, പിന്നെ ഇർഷാദ്, മണിപിള്ള രാജു, അവരൊക്കെ കഥാപാത്രങ്ങൾ അവർ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ശോഭനനെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അത് ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും. നമുക്കറിയാലോ ശോഭനൻ്റെ റേഞ്ച്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ജേക്സ് ബിജോയിനെ കുറിച്ച് പറയാനുണ്ട്. എന്താ മ്യൂസിക് കമ്പോസർ. കക്ഷീൻ്റെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഹാഫ് ആയാലും നമ്മൾ സെക്കൻഡ് ഹാഫ് ആയാലും ആ സിനിമേൻ്റെ മൂഡിനനുസരിച്ചിട്ട് കക്ഷി എൻ്റെ മ്യൂസിക് നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. സെക്കൻഡ് ഹാഫ് പ്യുവർ ലാലേട്ടൻ പെർഫോമൻസാണ്. ലാലേട്ടൻ എന്ന നടനെ നമ്മൾ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിച്ചത് അത് മൊത്തം നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം. ഒരുപാട് സീൻസ് ഉണ്ട് പറയാൻ, പക്ഷേ സീൻസ് എടുത്ത് പറയുമ്പോൾ ഒരുപക്ഷെ സ്പോയിലറാവും. എന്നാലും ലാലേട്ടനെ പോലീസ് ജീപ്പിൽ വെച്ചിട്ട് നമ്മളൊരു റൗണ്ട് ഗ്ലാസ് കൂടെ ലാലേട്ടൻ നോക്കുന്ന സീനുണ്ട്. നമുക്ക് ലാലേട്ടൻ്റെ കണ്ണിൽ കാണാം തീ. മോറോവർ നമുക്കൊരു ഫിലിം പ്രഡിക്റ്റബിളാണ്. ആ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തു. നമ്മളിപ്പം ഫിലിം സ്റ്റാർട്ട് ചെയ്ത് ഫിലിം എങ്ങോട്ടാണ് പോകുന്നത്, ഇനിയിപ്പോൾ അടുത്തത് എന്താ സംഭവിക്കുക, അത് വെരി മച്ച് പ്രഡിക്റ്റബിളാണ്. ആ ഒരു ഇത് തോന്നി. അതുപോലെ ശോഭനയ്ക്ക് കൂടുതൽ സീൻസ് അല്ലെങ്കിൽ ശോഭനനെ യൂട്ടിലൈസ് ചെയ്യാത്തൊരു ഫീലിംഗ് തോന്നി. പക്ഷേ ഇതൊരു പക്ക ലാലേട്ടൻ മൂവിയാണ്. അപ്പം ലാലേട്ടൻ മുണ്ട് മടക്കി കൊടുത്ത് അടിക്കുന്നതൊന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പണ്ടത്തെ ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിയൊരു ഇത് നമുക്കത് ഫീൽ ചെയ്യും. അപ്പം തുടരും കാണണം എല്ലാവരും എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. മികച്ചൊരു സിനിമ ലാലേട്ടൻ തുടരും.